ഹായ് ഓൾ 11,000-ലധികം വേക്കൻസിയുമായി RRB ALPൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി ഓപ്പൺ ആണ്. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ കാണുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിലബസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ചേഞ്ചാണ് വന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ആ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാറ്റേൺ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ്. CBT 1 ഉണ്ട്, CBT 1 ഉണ്ട്, അതുപോലെ CBT 2 ആകുമ്പോൾ 2 പേപ്പർ ഉണ്ട്. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. അപ്പോൾ പാർട്ട് എ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കാറ്റഗറി ഇത് തന്നെയാണ്, ജനറൽ മാത്സ്, റീസണിങ്, അതൊക്കെ തന്നെയാണ്. പാർട്ട് ബി ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാർട്ട് ബി ആകുമ്പോൾ അതിൽ വരുന്നത് ടെക്നിക്കൽ, അതായത് നിങ്ങളുടെ ഏത് ട്രേഡാണോ നിങ്ങൾ എടുത്തത് ആ ട്രേഡിൻ്റെ എക്സാം ആയിരിക്കും. ഓക്കെ, അതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള എക്സാമാണ്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് CBT 2 ക്വാളിഫൈ ആവുന്നവരെ CBAT, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, ഒരു സൈക്കോമെട്രിക് ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റിലേക്ക് വിളിക്കും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്, അതായത് CBAT ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ കാണിച്ചാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, A1 സ്റ്റാൻഡേർഡ് ആണ്. ലോക്കോ പൈലറ്റ്, ട്രെയിനിൻ്റെ ഡ്രൈവർ, അത്രയും മെഡിക്കലി ഫിറ്റ് ആയിരിക്കേണ്ട പോസ്റ്റാണ്. സോ A1 സ്റ്റാൻഡേർഡ് ആണ് ഉള്ളത്. A1 സ്റ്റാൻഡേർഡ്, അതായത് സ്പെക്സ് 6/6 വിഷൻ ഉള്ളവർക്കാണ് പറ്റുന്നത്, സ്പെക്സ് ഉള്ളവർക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. പിന്നത്തെ ഇതിൽ നമ്മൾ സിലബസിൻ്റെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അതിൽ CBT 1 കാര്യം നോക്കിയാൽ നമ്മൾ സാധാരണ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ജനറൽ അവയർനെസ് ആണ്. നമ്മുടെ സിലബസ് ഇപ്പോൾ നോക്കിയാൽ, നോട്ടിഫിക്കേഷനിലെ സിലബസ് നോക്കിയാൽ ജനറൽ അവയർനെസ് ഇല്ല. നമുക്ക് എന്തൊക്കെയുള്ളത്? മാത്സ് ഉണ്ട്, അതുപോലെ റീസണിങ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അതുണ്ട്, അതുപോലെ ജനറൽ സയൻസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ജനറൽ അവയർനെസ്, ഹിസ്റ്ററി, പൊളിറ്റി, അതുപോലുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ അതില്ല. ഓക്കെ, അപ്പോൾ പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. മാത്സ്, റീസണിങ്, സയൻസ്, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 75 ക്വസ്റ്റ്യനാണ്, 75 മാർക്കാണ്, 60 മിനിറ്റാണ്, 1 മണിക്കൂറാണ്. സാധാരണ മറ്റേ റെയിൽവേ എക്സാംസ് ഒക്കെ എത്രയാണ്? 1.5 മണിക്കൂറാണ്, 100 ക്വസ്റ്റ്യനാണ്. ഇവിടെ 1 മണിക്കൂറാണ്, 75 മിനിറ്റാണ്, 75 ക്വസ്റ്റ്യനാണ്. മാത്സ്, റീസണിങ്, ജനറൽ, ജനറൽ സയൻസ്, ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ അങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞു. CBT 2 നോക്കിയാൽ, അപ്പോൾ CBT 1 ക്വാളിഫൈ ആവുന്നവരെ CBT 2 അതായത് ഒരു 20 മടങ്ങ് ആൾക്കാരെ എടുക്കും. അപ്പോൾ അതിൽ CBT 2 ആണെങ്കിൽ നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, 2 പേപ്പറാണുള്ളത് കേട്ടോ. പേപ്പർ 1 ആണെങ്കിൽ 100 മാർക്കിനുള്ള ഇതാണ്. അതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 100 ക്വസ്റ്റ്യനാണ്, 100 മാർക്കാണ്, 90 മിനിറ്റാണ്. അപ്പോൾ ഇവിടെ മാത്സ് ഉണ്ട്, നമ്മൾ CBT 1 പഠിച്ച മാത്സ് ഇവിടെ ഉണ്ട്, റീസണിങ് ഉണ്ട്, പിന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിൻ്റെ സിലബസ് എന്താണെന്നൊക്കെ, അതുണ്ട്. അപ്പോൾ ഇതാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ഇനി പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഏത് ട്രേഡാണോ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ട്രേഡ് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ട്രേഡിന് അനുസരിച്ചാണ് നമ്മുടെ ഇത് വരുന്നത്. സോ 75 ക്വസ്റ്റ്യനാണ്, 75 മാർക്കാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കുക. സോ ടോട്ടൽ 125 അതായത് ഇതിൽ നമ്മളെ നമ്മുടെ മെറിറ്റ് നിർണ്ണയിക്കുന്നത് പേപ്പർ 1 മാർക്ക് മാത്രമാണ് കേട്ടോ. പേപ്പർ 2 മാർക്ക്, അതായത് നമ്മുടെ ട്രേഡിൻ്റെ മാർക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി, 35% മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ മതി. പേപ്പർ 1 മാർക്കാണ് നമ്മൾ എക്സാമിൻ്റെ മെറിറ്റ് നിർണ്ണയിക്കുന്നത്. നമുക്കത് നോക്കാം എങ്ങനെയാണ് മെറിറ്റ് നിർണ്ണയിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പേപ്പർ 1 മാർക്കല്ല, CBT 2 പേപ്പർ 1 മാർക്ക് മാത്രം കൂട്ടിയിട്ടല്ല നമ്മുടെ മെറിറ്റ് നിർണ്ണയിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക. CBT 1 ആണെങ്കിൽ മാത്സ്, റീസണിങ്, സയൻസ്, ഇത് 3 ഉള്ളത്. CBT 2 ആണെങ്കിൽ പേപ്പർ 1 ഉണ്ട്, അതിൽ മാത്സ്, റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിൽ ഡ്രോയിങ് കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ പേപ്പർ 2 ക്വാളിഫയിങ് നേച്ചറാണ്, അതിൽ നമ്മുടെ ട്രേഡിൻ്റെ അനുസരിച്ചുള്ള, ഇപ്പോൾ ഹീറ്റ് എഞ്ചിൻ, അപ്പോൾ അങ്ങനെയുള്ള ട്രേഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, എക്സാം ആയിരിക്കും ഉണ്ടാവുക. അത് ക്വാളിഫയിങ് നേച്ചറാണ്. ജസ്റ്റ് 35% മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ മതി. അപ്പോൾ മാത്സിൻ്റെ സിലബസ് നോക്കിയാൽ CBT 1 മാത്സിൻ്റെ സിലബസ് നമ്മൾ സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. നോക്കിയേ, നമ്പർ സിസ്റ്റം ഉണ്ട്, മെൻസുറേഷൻ, ബോർഡ് മാസ്, നമ്മൾ സാധാരണ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, കൂടുതലായിട്ടൊന്നുമില്ല. എല്ലാ എക്സാമിനും നമ്മൾ പഠിക്കുന്ന ആ സെയിം സംഭവം പഠിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും എക്സാം ആണെങ്കിലും പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും, നിങ്ങൾക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ
ടെൻത്ത് പ്ലസ് ITI ഉണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ട്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സയൻസ് മാത്രമാണ്, മാത്സ്, റീസണിങ്, സയൻസും കൂടിയാണ് പഠിക്കേണ്ടത്. സോ സിലബസ് നിങ്ങൾ കൃത്യമായി നോക്കുക. ഇതൊക്കെയാണ് സിലബസിലുള്ളത്. സാധാരണ നമ്മൾ എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ റീസണിങ് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി, അതിൽ നമ്മളെന്താ അനലോഗിസ് ഉണ്ട്, ആൽഫ ന്യൂമറിക് സീരീസ് ഉണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, സാധാരണ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ആർഗ്യുമെൻറ്റ്, അസംഷൻസ്, ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാ എക്സാമിനും, റെയിൽവേൻ്റെ എക്സാംസ്, NTPC ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, നമ്മൾ JEE ഒക്കെ എഴുതിയ ആൾക്കാരുണ്ടാവും ഒരുപാട്. എല്ലാ എക്സാമിനും നമ്മൾ കാണുന്ന സംഭവം തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്, റീസണിങ്ങും മാത്സും. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താ? സയൻസ് ആണ്. സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ലൈഫ് സയൻസ്. ഇത് 10th സ്റ്റാൻഡേർഡ് ലെവലായിരിക്കും. കൂടുതൽ ഹയർ ലെവൽ +2 ചിലപ്പോൾ എന്താ കുറച്ചും കൂടെ കൂടുതൽ ചോദിക്കാം, എങ്കിലും 10th സ്റ്റാൻഡേർഡ് ലെവലാണെന്നാണ് പറയുന്നത്. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, ബേസിക് ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. 10th ലെവലാണെങ്കിൽ നമുക്ക് എന്താ NCERT-യിലൊക്കെ കുറേ പഠിക്കാനല്ലേ. ഇത്രയും കാര്യങ്ങളാണ് 10th ലെവൽ സ്റ്റാൻഡേർഡിലുള്ള പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ CBT 1-ന് ആവശ്യമുള്ളത്. ഇനി CBT 2 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ മാത്സ്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ് CBT 2-ലുള്ളത്. പിന്നെ എന്താ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ് എന്ന് പറയുന്ന ഇതാണ്. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ഒന്ന് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾ എന്താ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിച്ചാണ് നോക്കിയേ, ഇവിടെ കുറച്ച് നമ്മുടെ ഡ്രോയിങ്, അതായത് ഡ്രോയിങ്ങിൻ്റെ കാര്യം, പ്രൊജക്ഷൻ, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ആ കാര്യങ്ങൾ, അതായത് പ്രൊജക്ഷൻ ഡ്രോയിങ്ങിൻ്റെ കാര്യമുണ്ട്. പിന്നെ കുറച്ച് ഫിസിക്സിലെ കുറച്ച് ടോപ്പിക് ഉണ്ട്, യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്, മാസ്, വെയിറ്റ്, ഡെൻസിറ്റി, പിന്നെ എന്താ വർക്ക്, പവർ, എനർജി, സ്പീഡ്, വെലോസിറ്റി, ഹീറ്റ്. സോ അതിൻ്റെ കുറച്ച് ഫിസിക്സിൻ്റെ കാര്യമുണ്ട്, കുറച്ച് എഞ്ചിനീയറിംഗിൽ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്, പിന്നെ കുറച്ച് ഫിസിക്സിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കിതാ എൻവയറമെൻറ്റ് എഡ്യൂക്കേഷൻ ഉണ്ട്, IT ഉണ്ട്. ഓക്കെ, എൻവയറമെൻറ്റും കൂടെ പഠിക്കാനുണ്ട്, ഇതിൻ്റെ കൂടെ എൻവയറമെൻറ്റ് ഉണ്ട്, ITയും കൂടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പേപ്പർ ഇതിൽ എന്താ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിൽ നമുക്ക് ഡ്രോയിങ് പഠിക്കാനുണ്ട്. ഓക്കെ, ഡ്രോയിങ് എന്ന് വെച്ചാൽ പ്രൊജക്ഷൻ, വ്യൂ, അതായത് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ആ കാര്യങ്ങൾ. പിന്നെ എന്താ പഠിക്കാനുള്ളത്? സയൻസിലെ കുറച്ച് ടോപ്പിക്സ്, യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്, ആ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്കെന്താ എൻവയറമെൻറ്റ് പഠിക്കാനുണ്ട്, IT ലിറ്ററസി, ഈ കാര്യങ്ങളാണ് നമുക്ക് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് പേപ്പർ 1 ആണ്. പേപ്പർ 1 പാർട്ട് എയുടെ സിലബസ് ആണ്. പാർട്ട് എ നമുക്കറിയാം CBT 2 എന്ന് പറയുന്നത് 2 പാർട്ടുണ്ട്. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ക്വാളിഫയിങ് നേച്ചറുള്ള ഒരു പേപ്പറും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിലബസ് നോക്കിയാൽ, പാർട്ട് ബീൻ്റെ സിലബസ് നോക്കിയാൽ അതിൽ 35% മാർക്ക്, നിങ്ങൾ ഏത് റിസർവേഷൻ ഇല്ല ആൾക്കാരാണെങ്കിലും 35% മാർക്ക്, ഇതിൽ റിസർവേഷൻ ഇല്ല, നിങ്ങളെല്ലാവരും 35% മാർക്ക് വാങ്ങിയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ സിലബസ് എവിടെ കിട്ടുന്നു നോക്കിയേ, ഈ സൈറ്റിൽ നിങ്ങളോട് ചെക്ക് ചെയ്യാനാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഈ സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇലക്ട്രീഷ്യൻ ഉണ്ടാവും, ഫിറ്റർ ഉണ്ടാവും, ഇതിൻ്റെയൊക്കെ സിലബസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സിലബസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. വയർമാൻ, ടെക്നീഷ്യൻ, പിന്നെന്താ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, അതിൻ്റെയൊക്കെ സിലബസ് ഈ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്നാണ് നമുക്കെന്താ, അപ്പോൾ ഈ സിലബസാണ് നമ്മുടെ പേപ്പർ ബിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി മെയിനായിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സിലബസ് നോക്കി, അതായത് നമ്മൾ ഇവിടെ നമ്മുടെ പാറ്റേൺ പറഞ്ഞു, CBAT ഉണ്ട്, അതുപോലെ CBT 2 ഉണ്ടെന്ന് പറഞ്ഞു. CBT 2-ന് എത്രയാണ്? 100 മാർക്കാണ് നമ്മൾ പാർട്ട് എക്ക് വരുന്നത്. CBT 2-ൽ പാർട്ട് എയിൽ 100 മാർക്ക് വരും. ഓക്കെ, പിന്നെ CBAT വേറൊരു എക്സാമാണ്, അത് വേറൊരു സ്റ്റേജാണ്. നമ്മുടെ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയും. അതായത് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ചിലപ്പോൾ ഒരു ഫിഗർ കാണിക്കും, എന്നിട്ട് അടുത്തതിൽ ചോദിക്കും നേരത്തെ കാണിച്ച ഫിഗറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള CBAT ആണ്. ഓക്കെ, മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെറിറ്റ് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ CBT 2-ലെ പേപ്പർ എയുടെ 50% മാർക്ക്, അതുപോലെ CBAT-ൻ്റെ 50% മാർക്ക്. അതായത് നമുക്ക് കിട്ടിയ 50% മാർക്കല്ല, എന്താണ് ടോട്ടൽ, അതായത് വെയിറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ടോട്ടൽ 100ലേക്ക് ആക്കും, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത്, അതായത് രണ്ടിനും വെയിറ്റേജ് ഉണ്ട്, CBAT-നും, അതായത് CBT 2-ൻ്റെ പേപ്പർ എയും CBAT-ൻ്റെയും മാർക്ക് 50-50 വെയിറ്റേജ് ആണ് രണ്ടിനും. അതായത് രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ഉണ്ട്, രണ്ടിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് നമുക്ക് ഫൈനൽ മെറിറ്റ് നിർണ്ണയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ CBAT ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ അല്ല, അതിൻ്റെ മാർക്കും കൂടെ നമ്മൾ കൂട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ജനറൽ അവയർനെസ് നമുക്ക് മാറ്റിയിട്ടുണ്ട്, അതില്ല. മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് CBT 1-നും, അതുപോലെ
ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സ്ട്രാ നമുക്ക് എന്താ CBT 2-നും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ടൈം കളയരുത്, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് നിമിഷത്തേക്ക് നമ്മൾ മാറ്റി വെക്കരുത്. ചിലപ്പോൾ സൈറ്റ് ഹാങ് ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ച് ചിലപ്പോൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കാം, ചെയ്യാണ്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റാണ്, നമ്മുടെ എന്താ നല്ല സാലറി കിട്ടുന്ന പോസ്റ്റാണ്. ബേസിക് പേ എന്ന് പറയുന്നത് 19,900 ആണ്. പക്ഷേ അതിൻ്റെ കൂടെ റണ്ണിങ് അലവൻസ് അങ്ങനെ എക്സ്ട്രാ കുറേ അലവൻസ് ഒക്കെ കൂടി നല്ലൊരു പേയ്മെൻറ്റ് കിട്ടുന്ന സാലറിയാണ്. ഓക്കെ, സാലറി കിട്ടുന്ന പോസ്റ്റാണ്. സോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. നമ്മുടെ കേന്ദ്ര സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.